എസ്തപ്പാനെ, ഇനിയൊരു മടക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ട് ഇപ്പോഴും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ആരാണ് ഈ പുതിയ ഫണ്ടേഴ്സ്? ഈ ഫാർമാസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ഉള്ളവരാണ്. എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? അത് ഗോവ, ബോംബെ. ഗോവ, ബോംബെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ് അല്ലേ? യെസ്, ഡ്രഗ്സ് ആണ്. ബോബി, പറയേണ്ടത് പറഞ്ഞു തീർക്കാനാണ് ഈ ചർച്ച. പറയേണ്ടത് മുഴുവൻ. വർമ്മ സാറേ, IUF നർക്കോട്ടിക് ഫണ്ടിങ് എടുത്താൽ അതിനെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. ഇന്ന് ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാഡമികളിലും സിനിമാ സെറ്റിലും ഒക്കെ രഹസ്യമായി കൈമാറുന്നത് നാളെ പരസ്യമായ കച്ചവടമാണ്. മാത്രമല്ല, ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് വിട്ടേക്കും. പക്ഷേ എതിർക്കാനാണ് ഭാവമെങ്കിൽ സ്റ്റീഫ, എന്നെ രക്ഷിക്കാൻ ഇപ്പൊ പൈക്കിരാൻ തരസില്ല. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. തമ്പി മയിൽവാഹന, തലയില്ലടാ, തലയെടുക്കളവ്. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. വേടയിൽ ആശാനോട് പറഞ്ഞേക്ക് സ്റ്റീഫനെ പേടിക്കേണ്ടെന്ന്. ഞാനിനി രാഷ്ട്രീയത്തിലേക്കില്ല. സത്യം പറഞ്ഞ് ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ. ആ എല്ലിൻ കഷ്ണം കുറച്ചുനാൾ സ്റ്റീഫൻ നെടുമ്പള്ളിയായിരുന്നു എന്ന് മാത്രം. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ്. മുംബൈയിലെ ഒരു ചേരിയിൽ ചില അധോലോക മാഫിയകൾ തമ്മിൽ നടന്ന സംഘട്ടനത്തിലും വെടിവെപ്പിലും ബിമൽ നായർ ഉൾപ്പെടെ 10-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് മുംബൈ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. നമുക്ക് ഒരുമിക്കണം വരിക. വർമ്മസാറിനെ തള്ളി നമുക്ക് മുന്നിൽ കൊണ്ടുവരണം. വർമ്മസാർ കൂടെ ഉണ്ടെങ്കിൽ ആ ജതിനെ നമുക്ക് ഒതുക്കാം. ആ കളവൻ ചത്താൻ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം. ശരി തന്നെ. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ രക്ഷയുള്ളൂ. പക്ഷെ ഇതിനൊക്കെ ചക്രം മുടക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പാർട്ടിക്ക് വേണ്ടി ഫണ്ട് തപ്പി നടന്ന ബോബി സാറും ഇപ്പൊ മട്ടമായി. ഒരാളുണ്ട്,
ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആരാ? ഞാൻ പറഞ്ഞ ആള് കൂടെ ഉണ്ട്. ആ, കൊടുക്കാം. എന്നാ ആരാ? നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറ. ഹലോ. ഹലോ ഷീ, നീ എന്നോടൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് എന്റെ പുസ്തകത്തിലൂടെ ശിക്ഷയുള്ളൂ. ഇത്രയും നാൾ അപ്പുറത്ത് നിന്ന് ഒറ്റിയപ്പോ നിനക്ക് തോന്നിയില്ലേടായി ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ട. This deal is with the devil. ഒരു മര്യാദ വേണ്ടേ?